നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ഇന്നത്തെ കഥയില് അനുമോളുടെ മുറിയിന്ന് ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടിഞ്ഞപ്പോ മീനു അങ്ങോട്ടേക്ക് പോവുകയാണ്. ആ സമയം സുകന്യ അനുമോളും ആകെപ്പാടെ ഞെട്ടിത്തിരിച്ചിരിക്കുക. എന്ത് സംഭവിക്കാം? അലോകിന്റെ ഫോണാണ് മുറിയിന്ന് ബെല്ലടിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ മീനാക്ഷി മുറിയിലേക്ക് പോവാണ്. ആ സമയം അലോകാണെങ്കിൽ എവിടുന്ന ഫോൺ ബെല്ലടിക്കണം നോക്കി കാണുന്നില്ല. കാരണം തലവണിക്കിടയിൽ അവിടെ എങ്ങാണ്ടായിരുന്നു ഫോൺ കിടന്നെ. അലോക് വെപ്രാളപ്പെട്ട് നോക്കി കഴിയുമ്പോഴത്തേന് ഫോണും ബെല്ലടിച്ച് നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവിടെ ഒന്നും കണ്ടില്ല. ആകെപ്പാടെ ടെൻഷനായി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോഴേക്കുമാണ് മീനാക്ഷി അങ്ങോട്ടേക്ക് വരുന്നത്. ഈ സമയത്ത് അലോക് വീണ്ടും അലമാരയുടെ ആ സൈഡിൽ മറിഞ്ഞു നിൽക്കുകയാണ്. പെട്ടെന്ന് അലോകിനൊരു ഐഡിയ തോന്നി. തന്റെ കയ്യിലുണ്ടായിരുന്ന ആ ടവല് വെച്ച് മുഖം മറയ്ക്കുവാണ്. അലോക് ഇങ്ങനെ പകുതി ഇങ്ങനെ വാമൂടി ഇങ്ങനെ വെക്കുവാണ്. ഒരു പക്ഷേങ്കിലും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണിത്. അപ്പോഴേക്കും മീനാക്ഷി വന്ന് മുറി നോക്കി. ഇവിടെ നിന്നുള്ള ഫോൺ ബെല്ലടിച്ചേ. ആരുടെ ഫോണാ ബെല്ലടിച്ചേ? ഒരു വിവരം അറിയില്ലോ എന്ന് ഓർത്തു. അപ്പോഴേക്കാണ് അച്യുതൻ വീണ്ടും അലോകിന്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. മീനാക്ഷി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും തലയണിക്കടിയിൽ ഒരു ഫോൺ കിടക്കുന്നു. പെട്ടെന്ന് മീനാക്ഷി ആ ഫോൺ എടുക്കുവാണ്. മീനാക്ഷിക്ക് ഒന്നും മനസ്സിലായില്ല. അത് ആരാ വിളിക്കുന്ന, ആരുടെ ഫോണാ, എന്താ ഇങ്ങനെയൊന്നും മനസ്സിലായില്ല. ഇപ്പൊ അങ്ങനെ ഫോൺ ബെല്ലടിച്ച് നിന്ന് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് മീനാക്ഷി ആ ഒരു കാര്യം കാണുന്നത്. കാരണം ഫോൺ ലോക്കായി കഴിഞ്ഞപ്പോഴത്തേനും അലോകിന്റെ ഫോട്ടോ വന്നതിനകത്ത് ഇത് അലോകല്ലേ, ഇതെങ്ങനെ ഇവന്റെ ഫോൺ ഇവിടെ വന്നു? ഒന്നും മനസ്സിലായില്ല മീനുവിന്. ആകെ പോയ ടെൻഷനായി. അവന്റെ ഫോൺ എങ്ങനെ മുറി വരുന്നേ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ നോക്കുകയാണ്. അവിടെ നോക്കിക്കഴിഞ്ഞപ്പോ ഒന്നും കാണുന്നില്ല, ആരെയും കാണുന്നില്ല. പിന്നെ എങ്ങനെ അലോകിന്റെ ഫോണായിട്ട് മാത്രം ഇവിടെ വന്നു? ഇത് അലോകിന്റെ ഫോൺ തന്നെയല്ലേ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായി. പിന്നീട് മീനാക്ഷി ഇങ്ങനെ ഡ്രസ്സിംഗ് ടേബിളിന്റെ കണ്ണാടിക്കകത്ത് അലോകിന്റെ പ്രതിബിംബം കാണുന്നേ. അപ്പുറം നിൽക്കുന്ന അലോകിനെ ഡ്രസ്സിംഗ് ടേബിളിനകത്ത് കാണുവാണ്. അതായത് അവൻ മുഖം മറച്ചിട്ടുണ്ട്, എങ്കിലും അവിടെ അവൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് മീനാക്ഷി ഒന്നും ഞെട്ടിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു നിമിഷം മീനാക്ഷി അങ്ങോട്ട് മാറിയിട്ട് അലറി വിളിക്കുവാണ്, അമ്മയെന്നും പറഞ്ഞോണ്ട്. ആ ശബ്ദം കേട്ടിച്ചപ്പോ ഗോമതി എടുത്തു. അത് മീനുവിന്റെ വിളിയച്ചല്ലെന്ന് ചോദിച്ചു. സുകന്യക്കോ അനുസരിക്കോ ഒക്കെ കാര്യം മനസ്സിലായി. ഗോമതി, സുകന്യ, അനുസരി, മീനാക്ഷിയൊക്കെ നേരെ അനുമോളുടെ മുറിയിലേക്ക് ഓടി വരുവാണ്. അല്ല, മീനാക്ഷിയല്ല, സുകന്യൊക്കെ നേരെ അനുമോളുടെ മുറിയിലേക്ക് ഓടി വരുവാണ്. ഈ സമയത്ത് ഗോമതി എന്താ മോളെ, എന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലോക് എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ മീനാക്ഷിനെ തള്ളിയിട്ടിട്ട് ഓടാൻ ശ്രമിക്കുകയാണ്. മീനാക്ഷി താഴേക്ക് വീണു. പിടിച്ചൊരൊറ്റ തള്ളായിരുന്നു. മീനാക്ഷി എടുത്തടിച്ച് ഇവിടെ താഴെ കിടന്നു. അത് കണ്ടുകൊണ്ടാണ് ശ്രീദേവി ആദ്യം ഓടി കയറി വരുന്നത്. എടാ, നീ എന്റെ മീനുവിനെ എന്താടാ ചെയ്തതെന്ന് ചോദിച്ചിട്ട് അലോകിനെ കയറി പിടിക്കണം. അപ്പോഴേക്കും ഗോമതിയൊക്കെ വന്നിട്ട് എടാ നീ ആരടാ എന്താന്നൊക്കെ ചോദിക്കണം. അപ്പം മുഖം മറിച്ചിരിക്കുന്നുണ്ട്, മുഖം വ്യക്തമായിരുന്നു ഇല്ല. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, നീ എന്റെ മീനുവിനെ തള്ളിയിടുന്നു. എടാ കള്ള, അവിടെ നിൽക്കടാ കള്ള, നീ എന്ത് കാണാടാ ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ ചോദിച്ചോണ്ട് എന്ത് ചെയ്യണം, അവനെ പിടിച്ചിട്ട് തല്ലാൻ തുടങ്ങുവാണ്. അവന്റെ മുഖത്തെ ആ മാസ്ക് പോലെയുള്ള ആ ടവല് മാറ്റാൻ തുടങ്ങുവാണ്. പക്ഷേങ്കിൽ അവൻ സമ്മതിച്ചില്ല. ഒടുവിൽ അവൻ എന്ത് ചെയ്തു? അവൻ ശ്രീദേവിയുടെ പിടുത്തം പിടിക്കാൻ ശ്രമിച്ചു. അതിനുശേഷം ശ്രീദേവിയെ പിടിച്ച് തള്ളുവാണ്. ശ്രീദേവിന് കറങ്ങി കറങ്ങിപ്പോയി അവിടെയുള്ള സെറ്റിയിലേക്ക് പോയി വയറിടിക്കുകയാണ്. വയറിടിച്ച് താഴേക്ക് വീണു. അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഒരു ഒറ്റ വീഴ്ചയായിരുന്നു. ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീദേവിയുടെ ബോധവും പോയി. അപ്പോഴേക്കും ഗോമതി ഓടി വന്നിട്ട് മോളെ ശ്രീദേവി എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചു. പിന്നീട് നേരെ ചാടി എഴുന്നിട്ട് അലോകിന്റെ അടുത്തേക്ക് വന്നു. എടാ ദുഷ്ട, നീ എന്റെ മോളെ എന്താടാ ചെയ്തേ? നീ ആരടാ, നീ എന്തിനാടാ ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ ചോദിച്ചിട്ട് ആ മുഖത്തെ മാസ്ക് അങ്ങോട്ട് വലിച്ചുരുവാടാ. അപ്പോഴാണ് ഗോമതി ആ കാഴ്ച കാണുന്നേ. അലോക് ഒരു നിമിഷം ഗോമതിയുടെ പിടിവിട്ടു. ഗോമതി ഒരു അന്താളിപ്പോടെ നിൽക്കുകയാണ്. ആ സമയം സുകന്യക്ക് മനസ്സിലായി പണി മുഴുവൻ പാളിന്നുള്ള കാര്യം. സുകന്യ പെട്ടെന്ന് എന്നിട്ട് അലോകിനോട് എടാ നീ ഗോമതി ചേച്ചിനെ കൊല്ലാനാണ്ട ഈ മുറിയിലേക്ക് കയറിയെന്ന് ചോദിച്ചിട്ട് അലോകിന്റെ കർണം തീർത്ത് തലങ്ങും വിലങ്ങും അടിക്കുകയാണ്. അന്യശ്രീയൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക. അപ്പോഴേക്കും സുകന്യനെ പിടിച്ചൊരു ഒറ്റ തള്ളായിരുന്നു. പോടി അവിടെ നിന്നും പറഞ്ഞുകൊണ്ട് അലോക് സുകന്യ എടുത്തടിച്ച പോലെ ആ ബെഡിലേക്ക് പോയി വീണു. ഈ സമയത്ത് കോമച്ചി നീ എന്താടാ കാണിച്ചതെന്ന് ചോദിച്ചിട്ട് അലോകിന് നേരെ തിരിഞ്ഞു. അലോക് പെട്ടെന്ന് എന്ത് ചെയ്തു? ഗോമതിയുടെ കഴുത്തിലേക്ക് ഒരു കുത്തി പിടിക്കുകയാണ്. വിടറാന്ന് പറഞ്ഞുകൊണ്ട് അനുമോളൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ അലോക് വിട്ടില്ല. ഗോമതിക്കയുടെ കണ്ണൊക്കെ ഇങ്ങനെ മിഴിഞ്ഞു വന്നു, കണ്ണൊക്കെ നിറഞ്ഞു വന്നു, ശ്വാസം മുട്ടി കിടന്ന് പെടയുവാണ്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം സുകന്യ അനുമോളൊക്കെ അന്തം വിട്ടുപോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു നിമിഷമായിരുന്നത്. അപ്പോഴേക്കുമാണ് അവന്റെ തലയ്ക്കൊരു ഒറ്റ അടി കിട്ടുന്നത്. അത് മറ്റാരും ആയിരുന്നില്ല, മീനാക്ഷി ആയിരുന്നു. മീനാക്ഷി ഒരു ഇരുമ്പോടി എടുത്തോണ്ട് വന്നിട്ട് അവന്റെ തലക്കിട്ട് അടിക്കുകയാണ്. പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് മീനുവിനും അറിയത്തുണ്ടായിരുന്നില്ല. ഗോമതിയെ രക്ഷിക്കാൻ വേണ്ടി ചെയ്താണ്. തലയ്ക്ക് അടി കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും തലയും പൊത്തിക്കൊണ്ട് ആലോക് താഴേക്ക് അങ്ങോട്ട് വീഴുവാണ്. ഒരു നിമിഷം ഗോമതിക്ക് ഒരു അന്താളിപ്പോടുകൂടി നോക്കുകയാണ്. പിന്നീട് എടാ അലോകെ,
എടാ എഴുന്നേക്കടാന്നൊക്കെ പറഞ്ഞോണ്ട് ഗോമതി ചെന്നു. അപ്പോഴേക്കും മീനാക്ഷി എടാ അലോകൻ എന്നൊക്കെ പറയണം. ഈ സമയത്ത് സുഗന്യ പറഞ്ഞു ഗോമതി ചേച്ചി അലോകൻ എന്തേലും എന്നൊക്കെ പറയണം. അപ്പോഴാണ് ഗോമതിക്ക് ആ കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടെ മുഴുവൻ ചോര. മീനാക്ഷിയുടെ വയറ്റി വളർന്ന കുഞ്ഞ് അബോർട്ടായി പോയെന്ന് തന്നെ. കാരണം മീനാക്ഷി കിടന്നിരുന്ന മീനാക്ഷിയല്ല, സോറി, മാറിപ്പോയതാട്ടോ, ശ്രീദേവി കിടന്നിരുന്ന ഭാഗത്തല്ല ഫുള്ള് ചോരയാണ്. കാരണം ശ്രീദേവിക്ക് അബോർഷനായെന്ന് തോന്നേ. ഒരു നിമിഷം ഗോമതി ഓടിച്ചെന്നു. മോളെ ശ്രീദേവി എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. അപ്പോഴേക്കും മീനാക്ഷി സുകന്യയെല്ലാം ഓടി വന്ന് ശ്രീദേവിയുടെ അടുത്തേക്ക് ശ്രീദേവിയെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷെ ശ്രീദേവിക്ക് ബോധം ഉണ്ടായിരുന്നില്ല. ശ്രീദേവി ബോധം കെട്ടു പോയിട്ടുണ്ടായിരുന്നു. വയറ്റി വളർന്ന് കുഞ്ഞു പോയെന്ന് തോന്നേ. അവിടെ ബ്ലഡിന്റെ മയമായിരുന്നു മുഴുവനും. എല്ലാവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി. ഇതേ സമയത്ത് കൃഷ്ണമംഗലത്ത് അച്യുതൻ ആകപ്പാടെ അസ്വസ്ഥനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും രാശ്രീ പറഞ്ഞു 1 മണിക്കൂർ മുമ്പ് അവൻ ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ എങ്ങോട്ട് പോയെന്ന് അറിയില്ല. അപ്പോഴേക്കും നന്ദിത പറഞ്ഞു അത് ശരിയാണല്ലോ, അവൻ പറഞ്ഞിട്ടല്ലേ പോകുന്നേ, പിന്നെ ഇത് എവിടെ പോയെന്ന് ചോദിച്ചു. അതാ എനിക്കും അറിയത്തില്ലാത്ത. ആകപ്പാടെ ടെൻഷനായിട്ട് അവർ നിൽക്കുകയാണ്. ആ സമയം ഇന്ദിരാമ്മ വെച്ച് ഫോണിലേക്ക് വിളിച്ചു നോക്കിയില്ലെന്ന് ചോദിച്ചു. വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. എന്നാലും ഇത് അവിടെ എവിടെ പോയതായിരിക്കും. അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു പോകാനുള്ള സമയം, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ സമയത്താണ് രാശ്രീ പറഞ്ഞു അതെ ഇന്നലെ അവന്റെ കവിളത്തൊരു പാടുണ്ടായിരുന്നു പറഞ്ഞു. പാടോ? അതെ, അടി കിട്ടിയതുപോലെ. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ കവിള് ഭിത്തിയെ തട്ടിയതാന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും അല്ല, ആരെങ്കിലുമായിട്ട് വഴക്കുണ്ടാക്കിയതാണെന്ന് എനിക്ക് സംശയമുണ്ട്. അത് കേട്ടപ്പോ അച്ഛനും ചോദിച്ചു നീ എന്താടി ഇത് നേരത്തെ എന്നോട് പറയാതിരുന്നേ? അത് പിന്നെ അവൻ അങ്ങനെ പറഞ്ഞോണ്ടാ ഞാൻ പറയാതിരുന്നേ. ഇതൊക്കെ നേരത്തെ പറയണ്ടായിരുന്നു എന്ന് ചോദിച്ചു. എന്നിട്ട് ഇപ്പോഴാണോ പറയണേന്ന് ചോദിച്ചു. അത് പിന്നെ അച്യുതേട്ടാ ഞാൻ കൂടുതലൊന്നും പറയണ്ട, എനിക്ക് പോവാതിരിക്കാനും പറ്റില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. കുറച്ച് സമയം കൊണ്ട് നോക്ക് അച്യുതേട്ടാ, അവനെ കാണാതെ എങ്ങനെ അച്യുതേട്ടൻ ഓഫീസിലേക്ക് പോന്നേ? അവൻ വരുമായിരിക്കും. ഇത്തിരി സമയം നോക്ക്, അവൻ എന്തു സംഭവിച്ചെന്ന് അറിയത്തില്ലോ. അവരെല്ലാം ആകെപ്പാടെ ടെൻഷനിലായിരുന്നു. ആ സമയത്ത് ശ്രീദേവി ഉണർത്താൻ നോക്കുന്നുണ്ടായിരുന്നു ഗോമതിയൊക്കെ. പക്ഷെ എങ്കില് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ശ്രീദേവി ഉണരുന്നുണ്ടായിരുന്നില്ല. മുഖത്ത് വെള്ളമെല്ലാം തളിച്ചു നോക്കി, പക്ഷെ ഒരു രക്ഷയില്ല. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഗോമതി വിളിച്ചു പറഞ്ഞു അനു നീ ഒരു കാര്യം ചെയ്യ, അച്ഛനെ അല്ലെങ്കിൽ അവിടെ ആരെങ്കിലുമൊക്കെ വിളിച്ചു പറ, അവരാരെങ്കിലും വരട്ടെ എന്ന് പറഞ്ഞു. അനുമോളാകെപ്പാടെ ഞെട്ടിത്തിരിച്ചിരിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എടി നിന്നോടാ വിളിച്ചു പറയാൻ പറഞ്ഞേന്ന് പറഞ്ഞു. ആ സമയം മീനാക്ഷി വിളിക്കുന്നുണ്ട്. ശ്രീദേവിച്ച് കണ്ണു തുറക്കാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കണ്ണു തുറക്കുന്നില്ല. മോളെ ശ്രീദേവിക്ക് എന്തേലും അമ്മ വിഷമിക്കാതിരിക്കുക, ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറയുന്നുണ്ട്. മോളെ ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കണം, ഒരു വണ്ടി വിളിക്കാൻ പറഞ്ഞു. ഈ സമയത്ത് മീനാക്ഷി പറഞ്ഞു അമ്മേ അലോകിന്റെ കാര്യം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഒരു കാര്യം ചെയ്യാം, അമ്മ അവനെ പെട്ടെന്ന് തന്നെ ഉണർത്തി വിടാൻ നോക്ക്, അല്ലെങ്കിൽ അച്ഛൻ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വന്ന പ്രശ്നമാവത്തില്ലേന്ന് ചോദിച്ചു. അയ്യോ അത് ശരിയാണല്ലോ. മീനാക്ഷി പറഞ്ഞു ഞാൻ ഇവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചോളാന്ന് പറഞ്ഞു. നിങ്ങൾ ഇവന്റെ കാര്യം നോക്ക്, ഇവനെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ അച്ഛൻ ആരെങ്കിലും വന്നിട്ടുണ്ട് അത് അതിനേക്കാളും വലിയ പ്രശ്നമാവും, എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടാൻ നോക്കാൻ പറഞ്ഞു. എല്ലാം കൂടെ ആകപ്പാടെ ഭ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയിലെത്തി ഗോമതി ഇടയ്ക്ക് അനുമോളെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പം ശ്രീദേവി അങ്ങനെ കാറിലേക്ക് കയറ്റി. ശ്രീദേവി ബോധമില്ലാതെ കിടക്കുക. മീനാക്ഷിയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു മോളെ എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അമ്മ ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. ഈ സമയം പതിവിലും വിരീതമായിട്ട് ദേവമംഗലത്ത് ഒരു കാറ് കിടക്കുന്ന അച്യുതനും രാജശ്രീയും കണ്ടു. രാജശ്രീ പറഞ്ഞു എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നല്ലോ, ഒരു കാറൊക്കെ കിടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അച്യുതൻ പറഞ്ഞു അതെനിക്ക് തോന്നുന്നുണ്ട്, തൽക്കാലത്തേക്ക് നീ അമ്മയോട് ഒന്നും പറയാൻ പോകണ്ടെന്ന് പറഞ്ഞു. ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ കാറും കൂടെ പോകുന്ന സമയത്ത് സുകന്യ അകത്തേക്ക് കയറി ഓടുവാണ്. ആകപ്പാടെ വെപ്രാളമായിരുന്നു. എന്തായി ഏതായെന്നൊന്നും അറിയത്തില്ലോ. അതുപോലെ ഒരു ടെൻഷൻ ഗോമതിക്കും ഉണ്ടായിരുന്നു. പിന്നീട് അകത്തേക്ക് വന്നിട്ട് ഗോമതി എന്ത് ചെയ്തു, അവിടെ കിടക്കുന്ന ബ്ലഡ് എല്ലാം തുടച്ച് നീക്കുവാണ്. ഈ സമയത്ത് സുകന്യ എന്ത് ചെയ്തു, അലോകിന്റെ മുഖത്ത് വെള്ളമൊക്കെ കൊണ്ട് തളിക്കുന്നുണ്ട്. പിന്നീട് ഗോമതി അവിടേക്കൊന്ന് അനുശ്രീ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ. അപ്പോഴേക്കും ഗോമതി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു എടാ എഴുന്നേക്കടോ അങ്ങോട്ട്, ഇവനെ ഞാൻ ഇന്നുണ്ടല്ലോ ദ്രോഹിണിയെ ശരിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിടിച്ചങ്ങോട്ട് പൊക്കുവാണ്. അപ്പോഴേക്കും സുകന്യ അവിടെ ഇങ്ങനെ ഞെട്ടിത്തെറിച്ചിരിക്കുന്നുണ്ട്. ഈ സമയത്ത് സുകന്യ പറഞ്ഞു ഗോമതി ചേച്ചി അവന് ശ്വാസമില്ല എന്ന് പറഞ്ഞു. നീ എന്താ സുകന്യ പറഞ്ഞെന്ന് ചോദിച്ചു. അതെ അവന് ശ്വാസമില്ല, അവൻ മരിച്ചെന്ന് പറയാണ്. കേട്ടത് വിശ്വസിക്കാനാവാതെ ഗോമതി ഇങ്ങനെ വല്ലാത്തൊരു അന്താളിപ്പിൽ ഇങ്ങനെ ഞെട്ടിത്തെറിച്ചിരിക്കുക. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാതെ അതേ ഒരു അവസ്ഥയായി പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു അനുശ്രീക്ക് സുകന്യക്കൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.